ഓറഞ്ച് സോൺ വേണ്ടെന്ന് പറയുന്ന അതേ ചീഫ് സെക്രട്ടറിയും അതേ കമ്മിറ്റി അംഗങ്ങൾക്കും റെഡ് സോൺ എടുക്കുമ്പം ഒരു ഒരു പ്രശ്നവും തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആദിവാസികൾക്കുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് കൃഷിയെ കാവ്യാത്മകമായിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത്. കൃഷിയെ ഒരു ബിസിനസ്സായി കണ്ടിട്ട് വരുമാന മാർഗമായി കണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോകും. കൃഷി യഥാർത്ഥത്തിൽ ലാഭകരമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കേരളത്തിൽ അത് അനുഭവപ്പെടാത്തത്. നമ്മൾ പക്ഷേ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ മറവിൽ ഇന്നും ഈ 6 വിശുദ്ധമായ ക്രോപ്പുകളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞോട്ട് ഇടനില നിന്നിട്ട് കച്ചവടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴാണ് ഈ അഴിമതിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ കേസ് പർട്ടിക്കുലർലി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 100% ഇടയിൽ പലരും ഉണ്ട് എന്നുള്ളത് കാണുമ്പോഴേ നമുക്ക് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ മനുഷ്യരാണ്. അവർക്കും കുടുംബമുണ്ട്, അവർക്കും ചുറ്റുപാടുകളുണ്ട്, അവർക്ക് വികാരങ്ങളുണ്ട്. അവരൊരു ദേ ആർ വെരി വൾണറബിൾ. സാർ പിന്നെ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, സാറിൻ്റെ പ്രോജക്റ്റുകൾ, ഇംപ്ലിമെൻറ്റേഷനുകൾ, അതിനെ കട്ടൗട്ട് ചെയ്യണ ഇതൊക്കെ ഒന്ന് പറയാം. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് വിവാദവും പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വേണ്ടത്ര കൃഷി കേരളത്തിൽ ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ ഇവിടെ ആവശ്യമുള്ള പഴം, പച്ചക്കറികൾ ഇത് നമുക്കറിയാം മുഴുവനും പുറത്തുനിന്നാണ്. ഏതാണ്ട് 40 ലക്ഷം മെട്രിക് ടണ്ണാണ് നമുക്ക് ഫ്രൂട്ട്സ് വേണ്ടി വരുന്നത്. അതിൽ 20 കഷ്ടിയാണ് ഇവിടെ. അതെനിക്കൊന്ന് ഏത്തപ്പഴം, ചെറുപഴം മാത്രമേ ഉള്ളൂ തോന്നുന്നു. ബനാനയാണ് അതിലെല്ലാം പറയാം. അപ്പം ഏതാണ്ട് 30 ലക്ഷത്തോളം നമുക്ക് വെജിറ്റബിൾസ് വേണം. അതിനകത്തും 10-12 സംതിങ് ഇവിടെ ഉള്ളൂ. ഇതിൽ തന്നെ ബനാനയാണ്. വീണ്ടും രണ്ടിടത്തും ബനാന കാണാം. ഇതിൻ്റെ കണക്ക് കണ്ടിട്ട് ഈ ബനാന എങ്ങനെയാണെന്ന്, അപ്പം ഇത് പച്ചയായിട്ടിരിക്കുമ്പം കായയാണ്, അപ്പോൾ അവിടെ അപ്പുറത്ത് കൂട്ടും, അടുത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൂട്ടും. ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കണക്കുകളൊക്കെയാണ്. പക്ഷെ പോയിന്റ് നമ്മൾ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ് പുറത്തുനിന്ന് വരുന്ന പഴവും പച്ചക്കറിക്കും. പുറത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പഴത്തിൻ്റെയും പച്ചക്കറിയുടെയും ഉൽപ്പാദന രീതി, അതിനെപ്പറ്റി നമുക്ക് പറയാം കുറേ ആക്ഷേപങ്ങളുണ്ട്. അതിൽ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ പുറത്ത് കൺട്രോളും ഇല്ല. ഇവിടെ അതിനനുസരിച്ച് ഉൽപ്പാദനവും ഇല്ല. ഉൽപ്പാദനം ഉണ്ടെങ്കിൽ ഇവിടെ വിറ്റ് പോകുന്നുണ്ട്, അത് വേറെ കാര്യമാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഇവിടെ ഉൽപ്പാദനം നടക്കുന്നില്ല ഫോർ വേരിയസ് റീസൺസ്. അതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. നമ്മുടെ ഫണ്ടമെൻ്റലി ഇവിടെ കൃഷി എങ്ങനെയാണ് നടക്കുന്നതെന്ന് പലർക്കും അറിയില്ല. കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയല്ല, നെൽകൃഷി പരിമിതമായിട്ടുള്ളൊരു ഇത് മാത്രമാണ്. പക്ഷേ ഈ നടീൽ വസ്തുക്കൾ കിട്ടുന്നതനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ കൃഷി നടക്കുന്നത്. ഈ നടീൽ വസ്തുക്കൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കൊടുക്കുന്ന കുറേ നടീൽ വസ്തുക്കളുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഇത് നമ്മുടെ നഴ്സറികളുണ്ട്. നഴ്സറികളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നഴ്സറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടോ ആണ് കൊടുക്കുന്നത്. ഈ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്താണ്, ഇതിലേക്ക് നമ്മളിപ്പോൾ ഫണ്ടമെൻ്റലി പോകണം. ഇതെന്ന് പറഞ്ഞാൽ അതാത് വർഷം നഴ്സറി സൂപ്രണ്ടോ മറ്റോ തീരുമാനിക്കുന്ന കുറേ ഐറ്റംസ് ആണ് നടീൽ വസ്തുക്കളായിട്ട് വരുന്നത്. അല്ലാതെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചോ സീസണിൻ്റെ ഡിമാൻഡ് അനുസരിച്ചോ അങ്ങനെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പിംഗ് ഡിപ്ലോയ്മെൻറ്റ് പ്ലാൻ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് സോ ഹാപ്പൻസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കൃഷിയെ കാവ്യാത്മകമായിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത്. കൃഷിയെ ഒരു ബിസിനസ്സായി കണ്ടിട്ട് വരുമാന മാർഗമായി കണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോകുള്ളൂ. ഇത് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ഫാമിംഗ് നടക്കില്ല. കമേഴ്ഷ്യൽ ഫാമിംഗ് എന്തോ മോശമാണെന്നാണ് പലരുടെയും വിചാരം. കമേഴ്ഷ്യൽ ഫാമിംഗ് ആണ് യഥാർത്ഥ ഫാമിംഗ്. കാരണം അതുവഴിയാണ് ഉപജീവന മാർഗം ഉണ്ടാകുന്നത്, അതുവഴിയാണ് ഉൽപ്പാദനം ഉണ്ടാകുന്നത്. തമാശയ്ക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൈം പാസിന് ചെയ്യുന്നതോ ആയിട്ടുള്ള കൃഷിയെ അതിനെയാണ് നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. അത് നിങ്ങളൊരു മാഷായിരിക്കും, പക്ഷേ രേഖയിൽ നിങ്ങൾ കർഷകനാണ്. അത്തരത്തിലുള്ള കടലാസിലെ കർഷകരെ കൊണ്ട് ഒരു രക്ഷയില്ല. കാരണം ഇവർ ടൈം പാസ് കർഷകരാണ്, ഹോബി ആയിട്ടൊക്കെ കാണുന്നത്. പക്ഷെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് കർഷകരായിട്ടാണ്. ആയിക്കോട്ടെ, പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഉപജീവന മാർഗമായിട്ട് കൃഷിയെ അല്ല കാണുന്നത്. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭൂമി ഉള്ളവർക്കേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ പാട്ടവും ഇതുമൊക്കെ രേഖാമൂലം നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഭൂമിയുള്ളവർക്കേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവന് ഭൂമി ഇല്ലെങ്കിൽ അവൻ തമിഴ്നാട്ടിൽ പോയി കൃഷി ചെയ്തോണം.
അങ്ങനെയാണ്. ഇപ്പോൾ ഈ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാം, അവിടെ കൃഷി ചെയ്ത് ഇങ്ങനെയൊക്കെ പറയാം, എന്നിട്ട് അതിനുള്ള നടീൽ വസ്തുക്കൾ ഫ്രീ ആയിട്ട് കുറച്ച് കൊടുക്കും, ഓണത്തിനൊരു മുറം പച്ചക്കറി ഇങ്ങനെ പലതും പറഞ്ഞിട്ട് അത് കുറച്ചൊക്കെ ശരിയോ, കുറച്ച് കൃഷി ചെയ്തിട്ട് മൊത്തത്തിൽ പ്രൈസ് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യാം, അതൊക്കെ ഓക്കെ, ചെറിയ അളവിൽ അതൊക്കെ ഓക്കെ. പക്ഷെ അതൊന്നും ലാർജ് സ്കെയിലൊന്നും വർക്കൗട്ട് ആവുന്ന പരിപാടികളല്ല. നമ്മുടെ എനർജി, നമ്മുടെ ഒരു വകുപ്പിൻ്റെയും നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും എനർജി മുഴുവനും തിരിച്ചു വിടുന്നത് ഇത്തരം ഈ ഫാൻസി പ്രോജക്ട്സിനായി പോകുമ്പോൾ റിസൾട്ട് ഇല്ലാതെ പോകും. ഫാൻസി പ്രോജക്റ്റ് എന്ന് തന്നെ ഉള്ള വാക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ മട്ടുപ്പാവിലെ കൃഷി ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഞാനിപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഫാമിംഗ് നഴ്സറിയിലെ സൂപ്രണ്ട് തീരുമാനിക്കുകയാണ് ഞാൻ കുറേ വെണ്ടയ്ക്ക കൃഷി ചെയ്യാന്ന്. അപ്പോൾ പുള്ളി വെണ്ടയ്ക്കയുടെ കുറേ നടീൽ വസ്തുക്കൾ ആ വർഷം ഉണ്ടാക്കും. അത് മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുക, ഞാൻ പിന്നെ മട്ടുപ്പാവിൽ കൃഷി എന്നും പറഞ്ഞിട്ട് കുറേ പേർക്ക് ഫ്രീ ആയിട്ട് ഇതങ്ങ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫാസിനേഷൻ കൊണ്ട്, താൽക്കാലികമായിട്ടുള്ളൊരു ഫാസിനേഷൻ കൊണ്ട് ഒരു ഗ്രോ ബാഗൊക്കെ മേടിച്ച് ഇതൊക്കെ വെച്ച് കുറേ പേര് മട്ടുപ്പാവിൽ ഇതങ്ങ് കൃഷി ചെയ്യും, വിളവെടുക്കുകയും ചെയ്യും. ആ വിളവെടുക്കുന്ന അതേ സീസണിലായിരിക്കും യഥാർത്ഥത്തിൽ വെണ്ടയ്ക്ക കൃഷി ചെയ്ത് ഉപജീവനമാർഗം കൃഷിയായി കാണുന്ന ഒരുത്തൻ കഷ്ടപ്പാട് വിട്ട് മാർക്കറ്റിലോട്ട് വെണ്ടയ്ക്കയും കൊണ്ട് വരുന്നത്. അന്ന് ആ സമയത്ത് ഡിമാൻഡ് ഉണ്ടാവില്ല. കാരണം ഞാൻ മട്ടുപ്പാവിൽ മുഴുവൻ തമാശയ്ക്ക് കൃഷി ചെയ്ത് കുറേ എണ്ണം വിളവെടുക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ എനിക്കത് വേണ്ട. ഞാൻ ഈ മട്ടുപ്പാവിലെ വെണ്ടയ്ക്കയിൽ സംതൃപ്തി അടയും. ഇവൻ്റെ കാര്യം എന്താവും? യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് കൊണ്ടുവന്നവൻ്റെ കാര്യം എന്താവും? എല്ലാ വീട്ടിലും ഓരോ പശു ഉണ്ടെങ്കിൽ എന്നാലോചിക്കുക, എല്ലാ വീട്ടിലും ഒരു പശു ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പശുവിനെ വളർത്തി പശുവിൻ്റെ പാല് വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന ഒരാളുടെ കാര്യം എന്താവും? ഇതിനകത്തൊരു കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സെൻസ് വേണം. ഇത് ഒരു ബിസിനസ് സെൻസ് ഇല്ലാതെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കർഷകനായി, എല്ലാവരും ഇതായി എന്നൊക്കെ പറയാനൊക്കെ രസമാണ്. പക്ഷേ എസെൻഷ്യലി നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ കർഷകനെയും യഥാർത്ഥ ക്ഷീര കർഷകൻ്റെയും ഒക്കെ വയറ്റത്തടിക്കുകയാണ്. അത് കമേഴ്ഷ്യലി വയബിൾ ആക്കണം, കൂടുതൽ ലാഭകരമാക്കണം, കൂടുതൽ ഇൻസെൻറ്റിവൈസ് ചെയ്യണം. അതിൽ തുടരാൻ, അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കൃഷി ഒരിക്കലും ലാഭകരമാവില്ലല്ലോ. കൃഷി ലാഭകരമായില്ലെങ്കിൽ എങ്ങനെയാണ് നെക്സ്റ്റ് ജനറേഷൻ കൃഷിയിലോട്ട് പോവുക? കൃഷി യഥാർത്ഥത്തിൽ ലാഭകരമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കേരളത്തിൽ അത് അനുഭവപ്പെടാത്തത്. ഒന്ന്, ഈ ഫണ്ടമെൻ്റൽ പ്രശ്നം ഈ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ്റെ തന്നെയാണ്. നമ്മൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അനുവദിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഈ ഭൂപരിഷ്കരണ നിയമം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാട്ടം കൊടുക്കാൻ അനുവദിക്കില്ല, ഒരാൾ മറ്റൊരാളുടെ ഇതിൽ കൃഷി ചെയ്യാൻ സമ്മതിക്കില്ല, ഇങ്ങനെ പല നൂലാമാലകൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 10 സെൻറ്റിൽ എന്ത് കൃഷി ചെയ്താൽ എങ്ങനെയാണ് സ്കെയിൽ ഓഫ് ഓപ്പറേഷനിൽ വയബിലിറ്റി കിട്ടുക? അപ്പോൾ കുറേ ചുറ്റുപാടുള്ള ഭൂമിയൊക്കെ വെറുതെ തരിശായി കിടക്കുന്നുണ്ടാവും. ഫണ്ടമെൻ്റലി ഓർക്കേണ്ടത്, ഭൂമി കൈവശമുള്ള ഒരാൾ കുറച്ചുകൂടെ ഫിനാൻഷ്യലി വെൽ ഓഫ് ആവാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ഒരു തുണ്ട് ഭൂമിയെങ്കിലും കൈവശമുള്ള ആൾക്കാർ പലരും അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഫഷണൽസ് ആയിട്ട് മാറുകയോ വേറെ വിദ്യാഭ്യാസം നേടി വേറെ പല തൊഴിലിലേക്ക് പോവുകയോ വാട്ടെവർ ഇറ്റ് ഈസ്, അവരുടെ മുഖ്യ വരുമാന മാർഗം കൃഷി അല്ലാതായിട്ടുണ്ട്. മുഖ്യ വരുമാന മാർഗം കൃഷി അല്ലാതാവുമ്പം ഇത് എന്താ ചെയ്യുക? ഇവിടെ പ്രത്യേകിച്ചൊരു എഫേർട്ടും വരില്ല, ഇവിടെ ഇന്നൊവേഷൻ വരില്ല, ഇവിടെ കൂടുതൽ സമയമിടാൻ സാധ്യത കുറയാണ്. അപ്പോൾ അത് പതുക്കെ ഡിറ്റേറിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ട്രഡീഷണൽ മെത്തേഡ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് ഇനി അതല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും, ആ ഭൂമി അങ്ങ് തരിശായി കിടക്കും, അങ്ങനെ പോകും. അതിങ്ങനെ താണ് പൊയ്ക്കൊണ്ടേയിരിക്കും. അതേസമയം ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ, പ്രോത്സാഹനം ഉണ്ടെങ്കിൽ അയാൾ ശരിക്കും അത് കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നേനെ. അത് കൃഷിയിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പോൾ കൃഷിയിൽ താല്പര്യമുള്ള ഒരു വ്യക്തി തൊട്ടപ്പുറത്തുണ്ടാവും. കൃഷിയൊക്കെ പഠിച്ച് ശാസ്ത്രീയമായി പഠിച്ച് വന്ന ഒരു BSc അഗ്രികൾച്ചറൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കുറച്ച് കൃഷിയുടെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് വരാം. അവന് ഭൂമി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് ഭൂമി തരൂല്ല, കാരണം നീ ജന്മിയായി പോവും. അപ്പോഴാണ് ഇവൻ തമിഴ്നാട്ടിലോ കർണാടകത്തിൽ പോയിട്ട് അവിടെ പാട്ടത്തിന് ഭൂമി എടുത്തിട്ട് കൃഷി ചെയ്യുന്നത്. വളരെ വിചിത്രമായിട്ടുള്ളൊരു അവസ്ഥയല്ലേ ഇത്? അതുപോലെ നമുക്ക് എത്ര എസ്റ്റേറ്റുകൾ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടോ? ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കറിൻ്റെ എസ്റ്റേറ്റുകൾ നമ്മളെ കേരളത്തിലുണ്ട്. അവിടെ എന്താ കൃഷി ചെയ്യുന്നത്? ശരിക്കും ചായ, കാപ്പി, റബ്ബർ,
ഇതൊക്കെയാണ് ഒരു 6 കൊക്കോ ഇതൊക്കെ ചേർന്നിട്ടുള്ള 6 കൃഷി ഇനങ്ങൾ മാത്രമേ അവിടെ അനുവദിക്കുന്നുള്ളൂ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ നിയമമാണ്. 85-ലാണ് കൊക്കോയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഈ 6 ഐറ്റംസ് അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ ഭൂപരിധി ഉണ്ടല്ലോ, അതിനപ്പുറം പോകുന്ന അതെല്ലാം സർക്കാരിന് പിടിച്ചെടുക്കാമെന്നാണ് നിയമം. അപ്പോൾ ഈ 6 ഐറ്റംസ് മാത്രം കൃഷി ചെയ്ത് നിങ്ങളുടെ എസ്റ്റേറ്റ് സംരക്ഷിച്ച് പോകണം, എന്ത് നഷ്ടം സംഭവിച്ചാലും. പക്ഷേ ഒന്ന് ആലോചിക്കുക, റബ്ബർ ഇപ്പോൾ ഒരു 10 ഏക്കർ റബ്ബർ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം, പരമാവധി ലാഭം, ഇപ്പോഴത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. 2 ലക്ഷം കഷ്ടി കിട്ടിയാലായി 10 ഏക്കർ കൃഷി ചെയ്ത്. ഇതേ 10 ഏക്കറിൽ നിങ്ങൾ പ്ലാവ് വെച്ചു എന്ന് വിചാരിച്ചോ. പ്ലാവിന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലയെന്ന് നമുക്കറിയാം. പ്ലാവ് വയ്ക്കുന്നു, അതിൻ്റെ തടി എടുക്കുന്നില്ല. നമ്മൾ ആ ചക്ക മാത്രം എടുക്കുകയാണെങ്കിൽ പോലും 20-25 ലക്ഷമാണ് വരുമാനം. അപ്പോൾ നമ്മൾ പക്ഷേ നിയമപരമായിട്ട് നമ്മൾ ചക്ക കൃഷി ചെയ്യാൻ പ്ലാവ് അനുവദിക്കുന്നില്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ പറയും മിച്ചഭൂമി പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകും. ഇന്ന് റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും മാംഗോസ്റ്റീൻ, ഇങ്ങനെ പല ക്രോപ്സ്, ബെറീസ്, ഇതിനൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വൻ ഡിമാൻഡാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയുടെയൊക്കെ പ്രത്യേകത വെച്ചിട്ട് റൗണ്ട് ദ ഇയർ ശരിക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന, ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇങ്ങനെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. ഇത് ശരിക്കൊരു വൻ ഓർച്ചർഡായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ മോണോക്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോണോക്രോപ്പ് ഇസ് വെരി അൺസയൻറ്റിഫിക് ആക്ച്വലി. ഈ കാപ്പിത്തോട്ടം മാത്രം, ചായത്തോട്ടം മാത്രം, ഇങ്ങനെയൊക്കെ ഇസ് ആക്ച്വലി അൺസയൻറ്റിഫിക്. മിക്സ് ക്രോപ്പ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, ഇതിലോട്ടൊക്കെയാണ് ഇപ്പം ശാസ്ത്രീയമായിട്ട് പോകുന്നത്. നമ്മൾ പക്ഷേ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ മറവിൽ ഇന്നും ഈ 6 വിശുദ്ധമായ ക്രോപ്പുകളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കർഷകരെ പാവപ്പെട്ടവരാക്കുകയാണ്. ഈ എസ്റ്റേറ്റ് മുതലാളിമാരെ അല്ല കാണേണ്ടത്. ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കൃഷി വയബിൾ ആവണമെന്നുണ്ടെങ്കിൽ വോളിയം വേണം, നല്ല വോളിയത്തിൽ പ്രൊഡക്ഷൻ വരണം, സപ്ലൈ കൃത്യമായിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ്സ് വെക്കാൻ വയബിൾ ആവും. പ്രോസസ്സിങ് യൂണിറ്റ് വെക്കണമെന്നുണ്ടെങ്കിലും ഫണ്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, AIF ഫണ്ടൊക്കെ ഉണ്ട്, കോടിക്കണക്കിന് ഉറുപ്പികയാണ്. 10 കോടിയൊക്കെ സബ്സിഡി കിട്ടും. വളരെ എന്താ പറയുക, തുച്ഛമായ ഇൻട്രസ്റ്റ് റേറ്റിൽ ക്യാപിറ്റൽ സബ്സിഡി ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, നമുക്കിവിടെ അത്രയും പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആ ലെവലിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആകെ പൈനാപ്പിളാണ് കുറച്ചെങ്കിലും വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ റബ്ബർ നടാൻ നേരമാണ്. റബ്ബർ മാറ്റി നടുമ്പോൾ റബ്ബർ നഷ്ടമാണ്. റബ്ബർ മാറ്റി നടാൻ നേരം ഇതിപ്പോൾ പാട്ടത്തിനും കൊടുത്തിട്ട് ഒരാൾ പൈനാപ്പിളും കൂടെ അങ്ങ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ആ പൈനാപ്പിളിൽ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. പക്ഷെ പൈനാപ്പിൾ മാത്രമല്ല പോസിബിലിറ്റീസ് ഈ പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് തന്നെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ഇൻകം കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കോടീശ്വരന്മാരാവും. നമ്മുടെ ഈ കർഷകരെല്ലാവരും കോടീശ്വരന്മാരാവാനുള്ള സാധ്യതയുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നയം ഇത് വെച്ചിട്ട് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക. ഈ വലിയ എസ്റ്റേറ്റുകളിൽ ഫ്രൂട്ട്സ് ഇതുപോലെ വലിയ നിലയിൽ കൃഷി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് റെഗുലർ സപ്ലൈയും വേണം, ലാർജ് വോളിയം വരാൻ തുടങ്ങും, ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഒക്കെ വരും. അതോടൊപ്പം ചുറ്റുപാടുമുള്ള ചെറിയ കൊച്ചു കർഷകരുണ്ടല്ലോ, ഇവർക്ക് വളരെ ധൈര്യമായിട്ട് ഇതേ ഫ്രൂട്ട്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഡിമാൻഡ് ഉണ്ടാവും, എന്തായാലും ഇവരെടുക്കും ഇത്. അപ്പോൾ ബൈബാക്ക് എഗ്രിമെൻ്റ് സഹിതം ഇന്ന ബ്രീഡ്, ഇന്ന ടൈപ്പ് കൃഷി ചെയ്തേച്ചങ്ങ് പോയാൽ മതി. അവരുടെ സാധനം റെഗുലർ ഇൻകം പോലെ കിട്ടും. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം വളരെ തുച്ഛമായ ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് ലെവലിൽ നിൽക്കുന്ന ഈ കർഷകരെല്ലാവരും നമുക്ക് കാണാം, ബെൻസിലും ഓടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കേര പദ്ധതിയുണ്ട്, അതിനകത്ത് നവോത്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം എടുത്തിട്ട് ഈ ഫ്രൂട്ട്സും ഇത്തരം കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഡിസ്കഷന് വേണ്ടി ഇത്തരം കുറേ ഫാമേഴ്സിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ ഫാമേഴ്സ് മീറ്റിങ്ങിന് വന്നത് അവരൊക്കെ ബെൻസിൽ ഓടിയിലൊക്കെയാണ്. പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന് ഇൻകം ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളത് പലർക്കും അറിയില്ല. ഇത് 0 ടാക്സാണ്. അപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കാണ്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടും. ഈ കൃഷിക്ക് പൂർണ്ണമായിട്ടും ഇൻഷുറൻസും മറ്റുമൊക്കെ ഉണ്ട്, ഇൻസെൻറ്റീവ് സ്ട്രക്ചർ വേറെയുണ്ട്, പല വിധത്തിലുള്ള സബ്സിഡികളുണ്ട്. ഇത് വേറെ ഏത് ബിസിനസ് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടും. പക്ഷെ നമ്മളത് അവെയിൽ ചെയ്യാതെ പോകുന്നത്, നമ്മൾ തന്നെ സ്വയം വരിഞ്ഞ് കെട്ടി പോളിസി തലത്തിലുള്ള
പഴക്കം, ഇത്രയും പഴക്കം ചെന്ന കാഴ്ചപ്പാടും മുൻവിധികളും ഹാങ് അപ്സ്, ഐഡിയോളജിക്കൽ ബാഗേജ്, ഇതെല്ലാം കാരണം നമ്മൾ മാർക്കറ്റിനനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റാതെയാണ് സത്യത്തിൽ കൃഷിയെ മുരടിപ്പിക്കുന്നത്. കൃഷി മര്യാദയ്ക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ കർഷകന് ഫ്രീഡം കൊടുക്കണം. കർഷകന് ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം. അത് നമ്മളാവരുത് തീരുമാനിക്കുന്നത്, ഗവൺമെൻറ് ആവരുത് തീരുമാനിക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു നഴ്സറിയിലുള്ള സൂപ്രണ്ട് ആവരുത് അതാത് വർഷത്തെ ക്രോപ്പിംഗ് പാറ്റേൺ തീരുമാനിക്കുന്നത്. സാർ, അപ്പം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സാർ ഇരിക്കുന്ന സമയത്താണ് സാറിന് സസ്പെൻഷൻ കിട്ടണത്. ഇതിനകത്ത് ഇപ്പം സാറിപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുന്നു, പട്ടികജാതി ഡിപ്പാർട്ട്മെൻറ്റും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ എനിക്കതിനകത്ത് മനസ്സിലായിരിക്കുന്ന കാര്യം, ഇത്രയധികം സൈക്കോപാത്തുകളും NPDs-ഉം സാമൂഹ്യ ദ്രോഹികളും സാമൂഹ്യ വിരുദ്ധന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഒരാവശ്യവുമില്ലാതെ കുറേ ജോലിക്കാർ സമൂഹത്തിനെ എങ്ങനെ ദ്രോഹിക്കാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ പണം അടിച്ചു മാറ്റാം എന്നുള്ള ഇങ്ങനെ കുലംകക്ഷിതമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ടീംസിൻ്റെ ഇടയ്ക്ക് സാർ എങ്ങനെ ഭ്രാന്ത് പിടിക്കാണ്ട് നിൽക്കുന്നു? അല്ല, ഈ അവിടുത്തെ ജീവനക്കാരെല്ലാം അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല സ്റ്റാഫുണ്ട് ഇവരുടെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ, അതുപോലെ സെക്രട്ടേറിയറ്റിലും ഒക്കെ തന്നെ നമുക്കുള്ള എത്രയോ നല്ല കഴിവുള്ള ആൾക്കാരും ആത്മാർത്ഥതയുള്ളവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇത്രയെങ്കിലും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവർ സഹിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സഹനം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് നമുക്ക് സിവിൽ സർവീസിൽ, ഓൾ ഇന്ത്യ സർവീസിന് നമുക്ക് കുറേ പ്രൊട്ടക്ഷനുണ്ട്, പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ ഭരണഘടന തൊട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സർക്കാർ ജീവനക്കാർ അവർ നിലപാടെടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു ട്രൈബൽ റീസെറ്റിൽമെൻറ്റിന് വേണ്ടി ഭൂമി വാങ്ങുന്ന ഒരു സ്കീമുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇടുക്കിയിലാണോ വയനാട്ടിലാണോ ഓർക്കില്ല, അപ്പോൾ അവിടെ ഒരു ഭൂമി വാങ്ങാൻ തീരുമാനിച്ച് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതിന് മുമ്പുള്ളതാണ്. ഞാൻ ഈ പുതിയ മറ്റേ സ്കോളർഷിപ്പ് സ്കീം തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ പുതിയ സ്കീമൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് താഴെ എല്ലാവരും ഇതിനെപ്പറ്റി ബോധവൽക്കരണം കൊടുക്കണമല്ലോ, അവരെ പഠിപ്പിക്കണം. ഇതാണ് പുതിയ സ്കീം, ഇങ്ങനെയാണ്, ഇത് പ്രകാരം എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടും, ആരുടെടുത്തും സ്കോളർഷിപ്പ് നോ പറയരുത്, കൊടുക്കാനാണ് ഈ സ്കീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, അല്ലാതെ നോ പറയാൻ വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ട്രെയിനിങ് സെഷൻസ് നടത്തുകയാണ്, എല്ലാ ജില്ലകളിലും നടത്തുകയാണ്. അപ്പോൾ എറണാകുളത്തുള്ള ട്രെയിനിങ് ഇതുപോലെ നടത്തിയപ്പോഴാണ് അവിടെയുള്ള ഒരു സ്റ്റാഫ്, ജില്ലാതലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു നിലപാടെടുത്തു, സത്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ടൊരു നിലപാടെടുത്തു. വളരെ സിമ്പിളായിട്ടുള്ള നിലപാടാണ്. ഒരു ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ യോഗ്യമല്ലാത്ത ചെങ്കുത്തായ 45 ഡിഗ്രി ചരിവുള്ള റെഡ് സോണിൽപ്പെട്ട ഏത് സമയത്തും ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീഴാവുന്ന ഭൂമി വെറും പാറയായിട്ടൊക്കെ ഉള്ള ഒരു വളരെ അൺസേഫായിട്ടുള്ള ഒരു ഭൂമി വാങ്ങിയിട്ട് കൃഷിയോഗ്യവുമല്ല, അത് ഇവരുടെ തലയിൽ ഇവരുടെ പേരും പറഞ്ഞ് വാങ്ങാനുള്ള, കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു പ്രപ്പോസല്, അത് ഇയാൾ ഫയലിൽ എതിർത്ത് എഴുതി. അപ്പോൾ തൊട്ട് ഇയാളെ ടാർഗറ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറെന്നും പറഞ്ഞാണ് അദ്ദേഹം ഈ വിഷയം കൊണ്ടുവരണം. അപ്പോൾ കേട്ടപ്പോൾ അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്ന് നമുക്ക് ആദ്യം തോന്നില്ലല്ലോ, അത്രയും അങ്ങനെയൊന്നും ആരും ചെയ്യാൻ ധൈര്യപ്പെടില്ലല്ലോ, റെഡ് സോണിലെ ഭൂമി ആരെങ്കിലും എടുക്കുമെന്ന് സംശയം തോന്നുന്നില്ല. പക്ഷേ അയാൾ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഈ പർട്ടിക്കുലർ ഫയൽ വിളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായിപ്പോയി. കാരണം ഈ പറഞ്ഞ എല്ലാം സത്യമായിരുന്നു. റെഡ് സോണിൽപ്പെട്ട ഭൂമി ഒരിക്കലും നമ്മൾ ആദിവാസി പുനരധിവാസത്തിന് വേണ്ടി ഭൂമി വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇന്ന രീതിയിലുള്ള ഭൂമിയായിരിക്കണം, നിരപ്പായിരിക്കണം, എന്താ പറയുക, കൃഷിയോഗ്യമായിരിക്കണം, താമസിക്കാൻ പറ്റുന്നതായിരിക്കണം, അങ്ങനെ ഏതെങ്കിലും ഒരു ചെങ്കുത്തായ സ്ഥലത്ത് ആർക്കും വേണ്ടാത്ത ഒരു ഭൂമി, വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥലം, എന്തിനാണ് നമ്മളത് വാങ്ങുന്നത്? കാരണം നമ്മളതിൽ പൈസ ഉണ്ടല്ലോ, സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്തിട്ട് നല്ലത് വാങ്ങാം. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക് ഭൂമി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ പറയുന്നത് നമ്മൾ വാങ്ങിക്കൊടുത്താലും മതി. നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഇടനില നിന്നിട്ട് കച്ചവടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴാണ് ഈ അഴിമതിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ കേസ് പർട്ടിക്കുലർലി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 100% ഇതിൻ്റെ ഇടയിൽ പലരും ഉണ്ട് എന്നുള്ളത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ഫയൽ വിളിപ്പിച്ച് നോക്കിയപ്പോൾ ഫർദർ വീണ്ടും ഞെട്ടാനുള്ള വകയുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഞാൻ കണ്ടു. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്, എന്നെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, വളരെ വലിയ ഹൈ പോസ്റ്റിലൊക്കെ ഉള്ള IAS ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇത് പർച്ചേസ് കമ്മിറ്റി കൂടിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. അന്നത്തെ അതിന് മുമ്പുള്ള ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കൂടിയിട്ട് ഈ ഭൂമി അവലോകനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മിനിറ്റ്സ് എടുത്ത് ഞാൻ നോക്കി. മിനിറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഭൂമി യോഗ്യമല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ അജണ്ട ഇങ്ങനെ പോകുമല്ലോ, നമ്പർ 3, 4 ഇങ്ങനെ. അപ്പോൾ 3 മറ്റോ ആണ് ഈ കാണുന്നത്. ഇത് ഓറഞ്ച് സോണിൽപ്പെട്ട ഭൂമിയാണ്, അതുകൊണ്ടത് താമസയോഗ്യമല്ല, ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം. തൊട്ടടുത്ത ഐറ്റമാണ് റെഡ് സോണിൽപ്പെട്ട ഈ ഭൂമി എടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഓറഞ്ച് സോൺ വേണ്ടെന്ന് പറയുന്ന അതേ ചീഫ് സെക്രട്ടറിയും അതേ കമ്മിറ്റി അംഗങ്ങൾക്കും റെഡ് സോൺ എടുക്കുമ്പം ഒരു പ്രശ്നവും തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആദിവാസികൾക്കുള്ളതാണ്. അതിനകത്ത് പലതും അടങ്ങിയിട്ടുണ്ട്, ആ പറഞ്ഞതിനകത്ത് പലതും അടങ്ങിയിട്ടുണ്ട്. ഇത് ആരും ചോദിക്കില്ല എന്നുള്ള, ആരും പറയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അതിനകത്ത്. ചോദിച്ചതുമില്ലല്ലോ ഇത്. അതിൽ അന്ന് റവന്യൂ വകുപ്പിൽ അത് വാങ്ങാൻ വേണ്ടി ഫയൽ നീക്കിയ അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പിന്നീട് SC/ST വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ വന്നിട്ട് ഇവിടെയും ആ ഫയൽ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫയലിനകത്ത് ഞാൻ മറിച്ച് അഭിപ്രായം എഴുതി, അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ വിവാദവും പ്രശ്നമൊന്നുമല്ല. നമ്മൾ ഈ കാണുന്ന ഒരു ഓഫീസേഴ്സ് ആരൊക്കെയാണ് ഇതിനകത്ത് നിലപാടെടുക്കുന്നത്, ആരൊക്കെയാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് എന്നുള്ളത് സോ എവിഡൻ്റ്. അത് മൊത്തം ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പറഞ്ഞാൽ അവിടെയൊക്കെയുള്ള ഈ സത്യസന്ധരാണ് ഇതിനെ ബാക്കി നിർത്തുന്നത്. അത് നമ്മൾ പിന്നെ വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. അത് ഞാൻ നിലവിലുള്ള അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അവസാനം നമ്മളത് പൊളിച്ചു. പക്ഷേ അതിന് നമ്മൾ പലരും അതിൻ്റെ വില കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ സ്വാഭാവികമായിട്ടും ആരൊക്കെയോ എന്തൊക്കെയോ അതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇറ്റ്സ് വെരി എവിഡൻറ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം നഷ്ടപ്പെടുന്ന കേസല്ലേ. അപ്പോൾ നമ്മളോടൊക്കെ ദേഷ്യം ഉണ്ടാവില്ലേ? എന്നോട് മാത്രമല്ല, ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥനോടും കാണും. എന്നെ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഈ സിവിൽ സർവീസിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നിട്ട് ഓൾ ഇന്ത്യ സർവീസിൻ്റെ പ്രൊട്ടക്ഷനകത്ത് നിൽക്കൊണ്ട് പരമാവധി ഇങ്ങനെ ഉപദ്രവിക്കാൻ, സസ്പെൻഡ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാമെന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഒരു പരിധിക്കപ്പുറം പറ്റില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് വില്ലേജ് ഓഫീസർ തൊട്ട് ഈ സാധാരണ കൃഷി ഓഫീസർ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ജോലി ചെയ്യുന്നത് വളരെ വൾണറബിളായിട്ടാണ്. ഇവർക്കൊന്നും ഒരു പ്രൊട്ടക്ഷനും യഥാർത്ഥത്തിൽ കൊടുക്കുന്നില്ല. കിട്ടേണ്ടതാണ്, പക്ഷേ സിസ്റ്റം കൊടുക്കുന്നില്ല. ഒരുപക്ഷെ നിലപാടെടുത്ത് നിൽക്കുന്നവരെ പീഡിപ്പിച്ച് അവരെ ആത്മഹത്യയുടെ വക്കിൽ വരെ കൊണ്ടുപോയ ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. നമുക്കതൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നുമില്ല. അത് നമ്മളെ വറി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ മനുഷ്യരാണ്. അവർക്കും കുടുംബമുണ്ട്, അവർക്കും ചുറ്റുപാടുകളുണ്ട്, അവർക്ക് വികാരങ്ങളുണ്ട്. അവർ ദേ ആർ വെരി വൾണറബിൾ മെനി ടൈംസ്. വളരെ അധികം പ്രഷറിലൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ഉണ്ട്. ഈ ഇതിൽപ്പെട്ട ഈ ബ്ലാക്ക് ഷീപ്പ് ഉണ്ടാവുമല്ലോ, കുഴപ്പക്കാരായിട്ടുള്ള പുഴുക്കുത്തുകളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ, അവർ കാരണം പൊതുവേ ജനങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥരോടൊരു ദേഷ്യമുണ്ട്, ഇവരാരും ശരിയല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അതിനിടയിലുള്ള സത്യസന്ധരായിട്ടുള്ളവർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇടി മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അടച്ചങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ കൃഷി വകുപ്പ് ഓഫ് കോഴ്സ് വളരെ ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു വകുപ്പാണ്. പോളിസി തലത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നവോത്ഥാൻ പോലുള്ള പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ സാധിച്ചത്. തരിശായി കിടക്കുന്ന 1,00,000 ഹെക്ടർ ഭൂമിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്, സർക്കാരിൻ്റെ കീഴിൽ തന്നെ. ഇത്രയും ചുമ്മാ വെറുതെ കിടക്കുക, നല്ല കണ്ണായ കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഇത്
കൃഷി ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ട് അവരെ കൂട്ടുമുട്ടിച്ച് അങ്ങനെ ഒരു 4000 ഏക്കർ ഓൾറെഡി ആ പ്രോജക്റ്റ് ഓണാണ്. 4000 ഏക്കറും 200ഓളം കർഷകരെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി അത് പ്രോജക്റ്റ് ഓണാണ്. അപ്പോൾ കൃഷി ചെയ്യണമെങ്കിൽ ഭൂമി വേണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഭൂമി ഇല്ലാത്തവന് നമ്മൾ ഭൂമി കൊടുക്കണം. കൃഷി ചെയ്യാൻ സാധിക്കാതെ വെറുതെ തരിശായി കിടക്കുന്ന ഭൂമി പിന്നെ എന്ത് ചെയ്യും? ഇവിടുത്തെ ലാൻഡ് പോളിസി അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് അറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും പോയി ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് രൂപ കൃഷി ചെയ്തിട്ടുണ്ടാകും. എൻ്റെ ഒരു ഫ്രണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവനിപ്പം ലോങ് ലീവ് എടുത്തിട്ട് പോളണ്ടിൽ പോയിരിക്കുക MSc അഗ്രികൾച്ചർ എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചത് ഇയാൾ ഇങ്ങോട്ടാണ് വരുന്നത്? അല്ലല്ല, ഞാൻ ഇങ്ങോട്ടല്ല. ഒന്നെങ്കിൽ ഞാൻ ആഫ്രിക്കയ്ക്കോ അമേരിക്കയ്ക്കോ വല്ലതും പോകും. അവിടെ കുറേ ബാരൻ ലാൻഡ് കിടപ്പുണ്ട്. അവിടെയൊക്കെ ഗവൺമെന്റ് ഒരുപാട് അഗ്രികൾച്ചർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സബ്സ്റ്റൻസും ഒരുപാട് സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അല്ലെങ്കിൽ പിന്നെ കേരളം അല്ലാത്ത സ്ഥലങ്ങൾ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബോർഡർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒട്ടനവധി ഇപ്പോൾ സപ്പോർട്ട് സ്കീംസും സബ്സിഡി സപ്പോർട്ട് അല്ലാതെ ഈവൻ എക്യുപ്മെന്റ് പർച്ചേസ് ഇതിനൊക്കെ പല രീതിയിലുള്ള സബ്സിഡി സ്ട്രക്ചറിങ് ഉണ്ട്. ഇപ്പം മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് പൈസ സത്യത്തിൽ ഒഴുകുകയാണ്. ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ഉണ്ടാവണം. ഇപ്പോൾ ട്രാക്ടർ വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ മറ്റേ എക്യുപ്മെന്റ്സ് വാങ്ങി ഇതിനെല്ലാത്തിനും ഇപ്പോൾ സബ്സിഡി ഉണ്ട്. ഈ ഒരു ക്യാംകോ ഉദാഹരണത്തിന് നമ്മൾ മാനുഫാക്ചറിങ്ങിലുള്ളതാണ്. കേരളത്തിലുള്ള ഒരു കൃഷിയുടെ എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണല്ലോ. ഞാൻ എൻ്റെ MDയുടെ ചാർജ് ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. ഇത് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഒറീസയിലും അവിടെ ഇവിടെയൊക്കെയാണ് വിപണനം ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സർക്കാർ പാതിയിലധികം ഇതിൻ്റെ പകുതി വില പോലും കൊടുക്കേണ്ടി വരുന്നില്ല. പകുതിയിലധികവും സബ്സിഡിയാണ്. ഇപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാക്ടർ വാങ്ങണമെങ്കിൽ ട്രാക്ടറിൻ്റെ മുഴുവൻ വില ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പലപ്പോഴും അതിൻ്റെ കാഭാഗം വിലയോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോ എക്യുപ്മെൻറ്റിനും ഓരോ രീതിയിലുള്ള സബ്സിഡി സ്ട്രക്ചറിങ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. വളത്തിനകത്താണെങ്കിൽ സബ്സിഡി ഇതെല്ലാം ഉണ്ട്. ഇത് ലോകത്തെമ്പാടും സബ്സിഡി ഉണ്ട് കൃഷിയിൽ. കാരണം കൃഷിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം, ലാഭകരമാക്കണം എന്നുള്ളത് ഒരു എസെൻഷ്യൽ റിക്വയർമെൻറ്റ്. അപ്പോൾ പക്ഷെ കൃഷി ഉണ്ടാവണമെങ്കിൽ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഭൂമിയും വെള്ളവും അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ്റെ കയ്യിൽ ആ ഭൂമി എത്തിപ്പെടുക എന്നുള്ള ആ ബേസിക് സാധനം നമ്മൾ ചെയ്യാതെ ഈ സബ്സിഡി ഇതും സപ്പോർട്ടും ഒന്നും ഉണ്ടായിട്ട് അത് അവെയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകും. ഇൻഷുറൻസ് ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് തന്നെ ഇപ്പോൾ ടെക്നോളജി ബേസ്ഡ് ഇൻഷുറൻസ് ആണ്, വെതർ ബേസ്ഡ് ഇൻഷുറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് കൃഷിയിൽ ലോസ് വന്നു എന്ന് പോയി തെളിയിക്കുകയോ കാണിക്കുകയോ ഒന്നും വേണ്ട. അവിടുത്തെ വെതർ പാറ്റേൺസും പാരാമീറ്റേഴ്സും എടുത്തിട്ട് ഇതിലുള്ള എന്താ പറയുക കൊച്ചു വേരിയേഷൻസ് ഉണ്ട്. ഒട്ടനവധി പാരാമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കാറ്റും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഴയോ എന്താണെന്ന് വെച്ചാൽ ലോസ് സംഭവിച്ചു. ആക്ച്വലി ചിലപ്പോൾ ലോസ് അത്രയും ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി പൈസ വരും. അപ്പം നെൽകൃഷിയുടെയൊക്കെ ഇപ്പോൾ അത് കിട്ടിത്തുടങ്ങിയപ്പോഴാണ് കർഷകർക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുന്നത്. മാത്രമല്ല ഈ ഇൻഷുറൻസിന് അതിൻ്റെ പ്രീമിയം അടയ്ക്കുന്നതും ആരാണ്? ഗവൺമെൻറ് തന്നെയാണ്. ആക്ച്വലി അതിൻ്റെ 90% സർക്കാരാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ക്രോപ്സിനും ഏതാണ്ട് അവൈലബിളും ആണ്. ഫ്രൂട്ട്സിനും വെജിറ്റബിൾ ഇതെല്ലാം നമുക്ക് ചെയ്യാം. നമ്മൾ ഒരു സപ്പോസ് തുണിക്കച്ചവടം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. തുണിക്കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് തീ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻഷുർ ചെയ്യും. ഒരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ അത് ഇൻഷുർ ചെയ്യും. അത് ഈ കൃഷിയിൽ വരുമ്പോൾ ഇൻഷുർ ചെയ്യുന്നതിൽ ഈ ചെറിയ തുക പോലും മടിച്ചിട്ട് ഇൻഷുർ ചെയ്യാതെ കൃഷി ചെയ്യുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ ആക്ച്വലി പറ്റില്ല. നമ്മളത് പക്ഷേ എഗെയിൻ അത് വോളിയത്തിൽ നടക്കുമ്പോഴേ അതൊക്കെ വയബിളാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പോളിസി തലത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ കൃഷിക്ക് ഒട്ടനവധി സപ്പോർട്ടുകൾ ഉണ്ട്. ആ സപ്പോർട്ടിൻ്റെ ബെനിഫിറ്റ് നമ്മൾ അവെയിൽ ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സജ്ജമായിരിക്കണം അതിന്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എത്തിയിട്ടില്ല. ബിക്കോസ് ഓഫ് ഈ സ്ട്രക്ചറൽ ഇഷ്യൂസാണ്. ലാൻഡും ഇതൊക്കെ കൂട്ടിമുട്ടിക്കുന്ന ബേസിക് അവിടെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരിയും നമ്മുടെ ഒരു പോളിസി കഴിഞ്ഞ നൂറ്റാണ്ടിലെ പല കാര്യങ്ങളിൽ ഇപ്പോഴും സ്റ്റക്കായിട്ടും ഹാങ് ഓവറിലും ഇതിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പലതും സാധിക്കാത്തത്. ഇതിനൊരു വയമീഡിയ കണ്ടെത്തണം. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന പീരീഡിൽ നമ്മളൊരു സംഭവം തുടങ്ങിയായിരുന്നു. നമ്മൾ ഈ സഹകാരി SLA എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി. അതായത് സർവീസ് ലെവൽ എഗ്രിമെൻറ്റുകൾ. ഇപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി പാട്ടത്തിനെടുക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. പാട്ടത്തിനെടുക്കുമ്പോഴാണല്ലോ ജന്മിയും പ്രശ്നമൊക്കെ വരുന്നത്. അതാണല്ലോ നിരോധിച്ചിരിക്കുന്നത്. പകരം കൃഷിയെ ഒരു സർവീസായിട്ട് കാണുകയാണെങ്കിൽ
സർവീസ് ലെവൽ എഗ്രിമെന്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു സർക്കാർ ഉത്തരവിലൂടെ ഇന്നത് നിയമപരമായിട്ട് കേരളത്തിൽ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഭൂമി ഇല്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. നിയമപരമായിട്ട് അതിന് പോസിബിലിറ്റി ഉണ്ടെന്ന്. കാരണം നമ്മൾ സഹകാരി SLA എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു. പാട്ടമല്ല, മറിച്ച് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ആണ്. കൃഷി ഒരു സർവീസായിട്ട് മാറ്റിയിട്ട് നമ്മളതിനെ ഒരു കരാറിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് നിങ്ങളൊരു കർഷകനാണെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ ഭൂമിയുണ്ട്, നിങ്ങൾ വന്ന് കൃഷി ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷി ചെയ്യുന്നതിന് നമ്മളൊരു ഫീസ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പാട്ടം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ നേരെ നമ്മൾ തിരിച്ചിടുകയാണ്. ഞാനൊരു കൃഷി ചെയ്യുന്ന നിങ്ങൾക്ക് സർവീസ് ചാർജായിട്ട് അങ്ങോട്ടേക്ക് ഒരു തുക അങ്ങോട്ടേക്കാണ് തരുന്നത്. അങ്ങോട്ടേക്കാ തരുന്നത്. സാർ, ഇപ്പം ഞാൻ ചോദിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഈ ഭൂപരിഷ്കരണ നിയമം? അതിന് പക്ഷേ അസംബ്ലി കൂടണം, നയപരമായിട്ടുള്ള തീരുമാനമാണ്. അപ്പോഴേക്കും നമ്മുടെ കർഷകന്റെ കാര്യം എന്തോ. അപ്പോൾ ആസ് എ ലോ ഗ്രാജുവേറ്റ്, ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും നിയമം പഠിച്ചൊരു വ്യക്തി എന്നുള്ളതായിരിക്കും ഞാൻ നോക്കുമ്പോൾ സർവീസ് ലെവൽ എഗ്രിമെന്റിലേക്കാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി. സർവീസിലേക്ക് അത് ലീഗലി ഇറ്റ്സ് ഫീസിബിൾ. നമ്മളിത് പാട്ടമൊന്നും കൊടുക്കുകയല്ല, മറിച്ച് ഞാൻ അങ്ങോട്ടേക്കാണ് ഒരു തുക തരുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് എനിക്കും തരുന്നത്. സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പം ഫലത്തിൽ പാട്ടം തരുന്നതിനെക്കാട്ടിലും കൂടുതൽ തുക ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും. മനസ്സിലായോ? പക്ഷേ നമുക്ക് പണി നടക്കും, കാര്യം നടക്കും. ഒരു വലിയ നിയമ അമെൻമെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ എത്ര പേരെ ഇനി കൺവിൻസ് ചെയ്യണം, ഏത് കാലത്ത് നടക്കും എന്നുള്ളതുകൊണ്ട് ഈ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വി ആർ ലൂസിങ് ടൈം. ഓരോ സീസണും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സീസണിലും കോടിക്കണക്കിന് രൂപ നമ്മളിവിടെ ഉണ്ടാക്കേണ്ടതാണ് നമുക്കില്ലാതെ പോകുന്നത് എന്ന് ആലോചിക്കണം. സമയത്തിനൊരു വിലയുണ്ടല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇൻകം ടാക്സ് ഫ്രീയും കൂടെ ആണ്. നമ്മൾ ഇതിനെ ഒരു ബിസിനസ്സായി കാണുകയാണെങ്കിൽ, കൃഷി ഒരു ബിസിനസ്സായി കാണുകയാണെങ്കിൽ, ഒരു ബാച്ച് പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ, ഞാനിപ്പം കുറേ കളിപ്പാട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് വിചാരിച്ചോ. ഞാൻ ആദ്യത്തെ ലോട്ട് ഒരു ബാച്ച് ഉൽപ്പാദിപ്പിച്ചു, അത് കച്ചവടം ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് ലാഭം കിട്ടുമോ? ഇല്ലല്ലോ. രണ്ടാമത്തെ ബാച്ച് ഉൽപ്പാദിപ്പിച്ചു, അത് വിറ്റാലും എനിക്ക് ലാഭം കിട്ടില്ല. ഇതിനൊരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടുന്നത് ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ബിസിനസ് അങ്ങനെയാണല്ലോ. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മറ്റേത് മറിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക് ഈവൻ എത്തുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോഫിറ്റിലോട്ട് കടക്കുന്നത്. കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സീസണിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളതാണ്. ഒരു സീസൺ, അതായത് ഫസ്റ്റ് ബാച്ച് ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് ചിലപ്പോൾ പ്രോഫിറ്റ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും 10 മടങ്ങായിരിക്കും. ഇപ്പോൾ ആർലം ഫാമിൽ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ചെയ്ത തണ്ണിമത്തൻ്റെ ഒരു കൃഷി ഉണ്ടായിരുന്നു. അത് ചെയ്ത വ്യക്തി കോടികളാണ് ഉണ്ടാക്കിയത്. ഏതാനും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ കോടികൾ കൊയ്തിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ തണ്ണിമത്തൻ ആ സീസൺ നോക്കി കൃത്യമായിട്ട് ചെയ്ത്. നമുക്കിവിടെ തണ്ണിമത്തൻ സത്യത്തിൽ ഇല്ല, വേണ്ടത്ര ഇല്ല. സമ്മറിൽ നമുക്ക് എവിടെയുണ്ട്? എല്ലാം പുറത്തുനിന്നല്ലേ വരുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ സത്യത്തിൽ വെള്ളമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കൃഷി ചെയ്യാൻ ആൾക്കാർ ഇറങ്ങേണ്ട കാര്യമേ ഉള്ളൂ. തണ്ണിമത്തൻ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റേ ഒരു പെർട്ടിക്കുലർ വെറൈറ്റി ഉണ്ടല്ലോ, എൻ്റെ പേര് കിട്ടുപോയി, കിരണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വില കൂടുതൽ കിട്ടും. ഇത് അവിടെ ഉൽപാദനം നടക്കുന്നത് അപ്പം തന്നെ വാങ്ങി പോവാണ്. ലുലുവിലേക്കും റിലയൻസിലേക്കും അവിടെ ഒന്നും കിട്ടാനില്ലല്ലോ.